ഇതേപോലത്തുള്ള റിബൺസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എല്ലാ ലോക്കൽ ഷോപ്പിലും കിട്ടുന്ന റിബൺസാണ് കേട്ടോ. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ രണ്ട് ഭാഗത്തായിട്ട് പിന്നിട്ട് ഇതുപോലെ ബട്ടർഫ്ലൈ രീതിയിൽ നമ്മൾ കെട്ടിക്കൊണ്ട് പോകുമായിരുന്നു. അതൊക്കെ പണ്ടത്തെ ഒരു ഓർമ്മയാണ് കേട്ടോ. ഈ റിബൺ വെച്ച് നമുക്ക് വളരെ മനോഹരമായിട്ടുള്ളൊരു ബൊക്കെ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഷേപ്പിൽ നമ്മളിതേ പിൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലൈറ്റർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കും. എന്നിട്ട് ഇതേ സൈഡ് രണ്ട് വഴിയും ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഇതുപോലെ രീതിയിൽ ജസ്റ്റ് ഒന്ന് കത്തിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ പിൻ ചെയ്ത് വെക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതേ ഒരു ഷേപ്പ് കിട്ടും. കണ്ടോ എങ്ങനെയുണ്ട്? ഇതേപോലത്തെ ഒരുപാടെണ്ണം ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മളത് മാല പോലെ ഇങ്ങനെ കോർത്ത് വയ്ക്കും. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇതൾ മാത്രമായിട്ട് ഒരെണ്ണം എടുക്കുക. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഇങ്ങനെ സൈഡ് വൈസ് ഇങ്ങനെ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന കമ്പി ഉണ്ടല്ലോ, ഈർക്കിലായാലും കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ കമ്പിയാണ് യൂസ് ആക്കുന്നത്. ആ കമ്പി വെച്ചിട്ട് ഈ കാണുന്ന പോലെ റോൾ ചെയ്യുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ ഒട്ടും ഉണ്ടാവും. പിന്നെ നമ്മൾ മാല പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഇതൾ തന്നെ നമ്മൾ നേരത്തെ കാണിച്ച പോലെ സൈഡിലായിട്ട് നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ പശ ഇങ്ങനെ തേച്ച് കൊടുക്കുക. 2-3 ഇതൾ അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റോൾ ചെയ്യാൻ സിമ്പിളായിരിക്കും കേട്ടോ. ഈ കാണുന്ന പോലെ തന്നെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. പൂവിൻ്റെ ഒരു സൈഡ് വൈസ് ആയിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ പ്രസ് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ റോൾ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു റോസാപ്പൂവിൻ്റെ ഇതുപോലെ കിട്ടുന്നതാണ്. ഇതൾ ഇങ്ങനെ വയസ്സില്ലേ, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഇതേപോലെ ഫുള്ളും റൗണ്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ വേറെ സൈഡിൽ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഈ വീഡിയോയിൽ ഇങ്ങനെ സൈഡിൽ കാണുന്നത്. എത്ര ഇതൾ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. ഇതൾ കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ പൂവിൻ്റെ വലിപ്പം വളരെ കൂടുതലായിരിക്കും കേട്ടോ. എനിക്ക് കുറച്ച് വലിയ റോസാപ്പൂ ചെയ്യാനാണ് ഇഷ്ടം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു 8-9 റോസാപ്പൂ ഉണ്ടെങ്കിൽ തന്നെ ഒരു ബൊക്കയ്ക്കുള്ളത് കിട്ടും. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് കുറച്ചും കൂടി വലിയ രീതിക്കാണ് കേട്ടോ ഫ്ലവർ ഉണ്ടാക്കുന്നത്. പിന്നെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെറുതും വലുതുമായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും. മുട്ടൊക്കെ വേണമെങ്കിൽ അത് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന മെത്തേഡ് ഇങ്ങനെയാണ്. പിന്നെ എന്തെങ്കിലും ഫില്ല് ചെയ്യാനുണ്ടെങ്കിൽ അവസാനമായിട്ട് നമ്മൾക്കിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും. ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒട്ടാൻ വേണ്ടി വെക്കണം കേട്ടോ. പിന്നെ ഇതിലുണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ആക്കുന്നതാണിത്. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഏകദേശം നമ്മൾ ഫ്ലവേഴ്സൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലുള്ള ആ ഒരു പേപ്പർ യൂസ് ആക്കിയിട്ട് ബൊക്ക പോലെ ഉണ്ടാക്കാൻ പറ്റും. ബൊക്ക പോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ബീഡ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ടൊരു യെല്ലോ കളറിലെ റിബൺ ഒട്ടിച്ചു. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് പറയണത്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ ബൈ ബൈ, സീ യു.